ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ 33ാമത്തെ സെഷനാണ്. നമ്മൾ ഓൾറെഡി 4ാമത്തെ മൊഡ്യൂൾ പെർഫോമൻസ് അപ്രൈസൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറാണ് നമ്മളുടെ ഈ എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറാണ് എന്ത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയർ നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിലൂടെ അവരുടെ മൊറാൽ ആൻഡ് മോട്ടിവേഷൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ മൊറാൽ കൂട്ടുക, പിന്നെ അവരെ ഡെവലപ്പ് ചെയ്യിക്കുക. ആ രീതിയിൽ ഉദ്ദേശിച്ചാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും അതിൻ്റെ ഡെഫിനിഷൻ ഭാഗമാണ് നോക്കുന്നത്. നമ്മൾ പറഞ്ഞു പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അവിടെ നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ വർക്ക് പെർഫോമൻസ് അസസ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതൊരു സ്ട്രക്ചറൽ ഫോം ഓഫ് ഇൻട്രാക്ഷൻ ആണ് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്. അപ്പോൾ സുപ്പീരിയർ എന്ത് ചെയ്യുന്നുണ്ട്? സബോർഡിനേറ്റിൻ്റെ പെർഫോമൻസിനെയാണ് എന്ത് ചെയ്യുന്നത്? അപ്രൈസൽ നടത്തുന്നത്. അതൊരു പീരിയോഡിക് ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലാണ്. അപ്പം ആ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മളുടെ സബോർഡിനേറ്റിൻ്റെ വർക്ക് പെർഫോമൻസ് എക്സാമിൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് അതിലെന്തൊക്കെ വീക്ക്നെസ്സസ് ഉണ്ടായി, എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ടായി, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് വേണം എന്നുള്ള കാര്യം നമ്മൾ തീർച്ചപ്പെടുത്തുന്നു. അതാണ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് അപ്രൈസലിലൂടെ നമ്മളുടെ ഓരോ വ്യക്തിയുടെയും ജോബ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ പൊട്ടൻഷ്യൽസ് കണ്ടെത്തി അവരെങ്ങനെ ഡെവലപ്പ് ചെയ്യിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു എംപ്ലോയിയുടെ വർക്ക്, ആളുടെ ക്വാളിറ്റി, മെറിറ്റ് എല്ലാം നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു ഓർഗനൈസേഷൻ കണ്ടസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈ പെർഫോമൻസ് അപ്രൈസൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇവാലുവേഷനാണ്. ഓരോ സബോർഡിനേറ്റിനെയും സുപ്പീരിയർ ചെയ്യുന്ന ഒരു ഇവാലുവേഷനാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അതുപോലെ തന്നെ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ശരിക്കും ആ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ ജഡ്ജ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ പെർഫോമൻസ് അപ്രൈസൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെറിറ്റ് റേറ്റിംഗ് എന്നുള്ളൊരു പേരിൽ അറിയപ്പെട്ടിരുന്നു. രണ്ടും ഒരേ സെൻസിലാണ് പറയുന്നുണ്ടെങ്കിൽ ആദ്യം മെറിറ്റ് റേറ്റിംഗ് എന്നായിരുന്നു, പിന്നീട് ഇപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള രീതിയിലായി. മെറിറ്റ് റേറ്റിംഗ് എന്താ മെയിനായിട്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ അപ്രൈസൽ നടത്തിയിട്ട് അവരുടെ ഇൻക്രിമെൻറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവർ പേയ്മെൻറ്റ് കുറയ്ക്കുകയോ ചെയ്യുക, ആ ഒരു ഉദ്ദേശം മാത്രമായിരുന്നു അന്ന് മെറിറ്റ് റേറ്റിങ്ങിൽ. പക്ഷേ ഇപ്പോൾ ആ അപ്രൈസലിനെ നമ്മൾ ഇവരുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഫോം ചെയ്തു. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ വൈഡറായിട്ട് യൂസ് ചെയ്യുന്നത് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള ഒരു ടേമാണ്. ഓക്കെ, ഇനി എന്തൊക്കെ ഡെഫിനേഷൻസ് ആണ് പെർഫോമൻസ് അപ്രൈസലിൽ ഉണ്ടായിട്ടുള്ളതെന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. പല ഡിഫറെൻറ്റ് ഓതേഴ്സ് അവരുടേതായിട്ടുള്ള രീതിയിൽ പെർഫോമൻസ് അപ്രൈസലിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്ന ഒരു ഡെഫിനിഷൻ എന്ന് വെച്ചാൽ സ്കോട്ട്, ക്ലോത്തിയർ, സ്പ്രൈഗൽ എന്ന് പറഞ്ഞ 3 ഓതേഴ്സ് ചേർന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് ഓഫ് ഇവാലുവേറ്റിംഗ് എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് എ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെൻറ്റ്സ്. അതായത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് നമ്മളുടെ എംപ്ലോയീസിൻ്റെ ജോബ് പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൺ റിക്വയർമെൻറ്റ്സ്. ആവശ്യം അനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നുള്ളൂ. വെറുതെ തോന്നിയാസം പോലെ ചെയ്യുന്നില്ല എന്നുകൊണ്ട് മീൻ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എഡ്വിൻ ബി ഫ്ലിപ്പോ എന്ന് പറഞ്ഞ വേറൊരു ഓതർ നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും പീരിയോഡിക് ആയിട്ടുള്ളതും ഒരു ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഇംപാർഷ്യൽ റേറ്റിംഗ് ആണ്. എംപ്ലോയീസിൻ്റെ എക്സലൻസിനെ ഇംപാർഷ്യലായിട്ട് റേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് പെർഫോമൻസ് അപ്രൈസൽ. ഇപ്പോൾ ആ എംപ്ലോയി ചെയ്യുന്ന പ്രസൻറ്റ് ജോബിനെ കുറിച്ചും അയാളുടെ പൊട്ടൻഷ്യൽസിനെ കുറിച്ചും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് എഡ്വിൻ ബി ഫ്ലിപ്പോ പെർഫോമൻസ് അപ്രൈസലിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് വളരെ പീരിയോഡിക് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ഒരു ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഇംപാർഷ്യൽ ആയിട്ടുള്ള റേറ്റിംഗ് ആണ്. അതായത് ഒരു പാർഷ്യാലിറ്റി ഒന്നും നമ്മുടെ കാണിക്കുന്നില്ല, എല്ലാവർക്കും ഇംപാർഷ്യൽ ആയിട്ടുള്ള റേറ്റിംഗ് ആണ്. അതിലൂടെ ഒരു എംപ്ലോയി അയാൾ ചെയ്യുന്ന ജോബിനെ കുറിച്ചുള്ള എക്സലൻസും അയാളുടെ പൊട്ടൻഷ്യൽസും ഇതിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ വിചാരിക്കുന്നു. അതാണ് പെർഫോമൻസ് അപ്രൈസൽ.
ഇനി നെക്സ്റ്റ് ഷുബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓദർ പെർഫോമൻസ് അപ്രൈസലിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രൈസലാണ്. അതിലൂടെ നമ്മുടെ എംപ്ലോയീസിൻ്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അവരുടെ പെർഫോമൻസ് ഓഫ് ജോബ്, ഇത് രണ്ടും മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സും അവരുടെ പെർഫോമൻസും മനസ്സിലാക്കിക്കൊണ്ട് അവരെത്രത്തോളം ഈ ജോബിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിലൂടെ ആ ഫേമിന് എത്രമാത്രം വർത്ത്ഫുൾ ആവുന്നു എന്നുള്ളത് നമ്മൾ പെർഫോമൻസ് അപ്രൈസലിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഷുബിൻ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഓദർ ഡെയിൽ ഓർഡർ എന്ന് പറഞ്ഞൊരു ഓദറാണ്. ഇദ്ദേഹം പെർഫോമൻസ് അപ്രൈസലിനെ മെറിറ്റ് റേറ്റിംഗ് എന്ന രീതിയിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയാണ് ഈ മെറിറ്റ് റേറ്റിംഗ് എന്ന് വെച്ചാൽ എല്ലാ ഫോമൽ പ്രൊസീജിയേഴ്സും വർക്കിംഗ് ഓർഗനൈസേഷനിൽ ഒരു പേഴ്സണാലിറ്റീനെ ഇവാലുവേറ്റ് ചെയ്യാനും അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ പൊട്ടൻഷ്യൽസ് മനസ്സിലാക്കാനും വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ ഫോമൽ പ്രൊസീജിയേഴ്സിനെയും നമ്മൾ മെറിറ്റ് റേറ്റിംഗ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നു എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡെഫിനിഷൻസ് ആണ് നമുക്ക് പെർഫോമൻസ് അപ്രൈസലിനെ കുറിച്ച് പറയുന്നത്. അതിൽ നമുക്ക് കുറച്ചുകൂടി ഇപ്പോഴത്തെ ഒരു കണ്ടസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എഡ്വിൻ ബി ഫ്ലിപ്പോയുടെ ഡെഫിനിഷനാണ്. അപ്പോൾ ആ ഡെഫിനിഷൻ ഒന്ന് നന്നായി നോക്കി വയ്ക്കുക. കാരണം 2 മാർക്സിനൊക്കെ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ, ഡിഫൈൻ പെർഫോമൻസ് അപ്രൈസൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡ്വിൻ ബി ഫ്ലിപ്പോയുടെ ഡെഫിനിഷൻ എഴുതാം. ഇനി നമ്മളുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ അല്ലെങ്കിൽ മെറിറ്റ് റേറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിൽ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ആണ്. നമ്മൾ വൺസ് ഇൻ എ ടൈം ഒരു പെർഫോമൻസ് അപ്രൈസൽ എടുക്കുക എന്നുള്ളതല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പിന്നെ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സാമിനേഷനാണ്. ഇതിലൂടെ നമ്മുടെ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ് ഇൻ ടേംസ് ഓഫ് ജോബ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതൊരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. അതുപോലെ നമ്മൾ പീരിയോഡിക്കായിട്ട് ഒരു ഡെഫിനിറ്റ് പ്ലാനിലൂടെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്. ഇനി നമ്മളുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ആ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നൊരു കാര്യം ഇതാണ്. നമ്മളുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് സെക്യൂർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ എംപ്ലോയിനെ കുറിച്ചുള്ള കറക്റ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളൊരു ഫീച്ചറും കൂടി ഉണ്ട്. പിന്നെ ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു ഇംപാർഷ്യൽ റേറ്റിംഗ് ആണ്. നമ്മളുടെ എംപ്ലോയീസിൻ്റെ എക്സലൻസിനെ കുറിച്ചുള്ള ഒരു ഇംപാർഷ്യൽ റേറ്റിംഗ് ആണ് പെർഫോമൻസ് അപ്രൈസൽ. ഇനി നമ്മളുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മളുടെ പെർഫോമൻസ് അപ്രൈസൽ നമുക്ക് ശരിക്കും ഒരുപാട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ആദ്യം പറയുന്നത് നമ്മുടെ എംപ്ലോയീസിൻ്റെ ട്രെയിനിങ് നീഡ്സിനെ അവരെ ഡെവലപ്പ് ചെയ്യാനും അവരുടെ ട്രെയിനിങ് നീഡ്സിനെ അറിയാനായിട്ടും പെർഫോമൻസ് അപ്രൈസൽ സഹായിക്കാറുണ്ട്. കാരണം നമ്മൾ വൺസ് ഈ പറയുന്ന പെർഫോമൻസ് അപ്രൈസലിലൂടെ എംപ്ലോയീസിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് എത്രമാത്രം ട്രെയിനിങ്, അവരെത്രമാത്രം ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആവശ്യകത നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പെർഫോമൻസ് അപ്രൈസലിലൂടെ ആരൊക്കെയാണ് നമ്മൾ ട്രെയിനിങ്ങിന് വിധേയമാക്കേണ്ടത്, ആരുടെയൊക്കെ പെർഫോമൻസ് ആണ് ഇമ്പ്രൂവ് ചെയ്യിക്കേണ്ടതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുത്ത് അവരെ അതിനനുസരിച്ച് ട്രെയിനിങ്ങിന് വിധേയമാക്കാം. പിന്നെ നമുക്ക് ഈ പറയുന്ന പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ പെർഫോമൻസ് അപ്രൈസൽ സഹായിക്കാറുണ്ട്. അതായത് നല്ലൊരു എംപ്ലോയി ആളുടെ ഒരു ഫീഡ്ബാക്കിലൂടെ അയാളുടെ വർക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ അയാൾക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇനിയിപ്പം എന്തെങ്കിലും കൗൺസിലിംഗ് വേണ്ടി വന്നാൽ കൗൺസിലിംഗും കൊടുത്തുകൊണ്ട് അവരുടെ വർക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കുക. പിന്നെ ഈ എംപ്ലോയീസിനെ കുറിച്ചുള്ള പേഴ്സണൽ ഡിസിഷൻസ് എടുക്കാനും പെർഫോമൻസ് അപ്രൈസൽ സഹായിക്കാറുണ്ട്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ എംപ്ലോയീസിനെ കുറിച്ച് പെർഫോമൻസ് അപ്രൈസലിലൂടെ കിട്ടിക്കഴിയുമ്പോൾ അവർ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേയ്മെൻറ്റിൽ ഇൻക്രിമെൻറ്റിന് നമ്മൾ അവരെ ശുപാർശ ചെയ്യാം, പ്രൊമോഷന് വേണ്ടി അവരെ റെഫർ ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ വളരെ അധികം മോശപ്പെട്ട രീതിയിലുള്ള പെർഫോമൻസ് ആണെങ്കിൽ അവരെ ഡിമോഷന് വേണ്ടിയിട്ടോ പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടോ ടെർമിനേറ്റ് ചെയ്യാൻ വരെ നമുക്ക് ഇതിൽ നിന്ന് തീരുമാനം എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മളുടെ ഈ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ്റെ ഇഫക്റ്റീവ്നെസ് പെർഫോമൻസ് അപ്രൈസലിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഈ പറയുന്ന എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്ത് റിക്രൂട്ട് ചെയ്ത് അവരെ നമ്മൾ ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ആക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അവർ ജോലിയിൽ എത്രത്തോളം അവർ ഇഫക്റ്റീവ് ആയി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പെർഫോമൻസ് അപ്രൈസലിലൂടെ നമുക്കറിയാൻ പറ്റും. സോ
നമ്മുടെ ആ ഒരു റൈറ്റ് പേഴ്സണെ ആണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് നമ്മളുടെ ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ ഇടയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഇമ്പ്രൂവ് ചെയ്ത് അവരുടെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പെർഫോമൻസ് അപ്രൈസൽ സഹായിക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രൈസലിലൂടെ നമ്മളുടെ ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ കോൺഫിഡൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഗ്രീവൻസസ് ഒക്കെ കുറയുന്നുണ്ടാവും. ഓക്കെ. പിന്നെ നമുക്ക് ഈ പറയുന്ന പെർഫോമൻസ് അപ്രൈസലിലൂടെ ഒരു പേഴ്സണൽ റിസർച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഓരോ എംപ്ലോയീസിനെയും പെർഫോമൻസ് അപ്രൈസൽ നടത്തുമ്പോൾ ആ ഓരോ എംപ്ലോയിനെയും വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസൊക്കെ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ അത് മാത്രമല്ല, ഈ പറയുന്ന വ്യക്തിത്വവും അതുപോലെ പെർഫോമൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പേഴ്സണൽ റിസർച്ചിന് സഹായിക്കുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. പിന്നെ നമ്മളുടെ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഇതൊക്കെ നമ്മളുടെ പ്രസൻറ്റ് ജോബിൽ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് പെർഫോമൻസ് അപ്രൈസലിലൂടെ മനസ്സിലാക്കാം. പിന്നെ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇവാലുവേഷനാണ്. അപ്പോൾ നമ്മുടെ സുപ്പീരിയേഴ്സിന് അവരുടെ സബോർഡിനേറ്റ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയി തമ്മിലുള്ള റിലേഷൻ മ്യൂച്വൽ ആയിട്ടുള്ളൊരു കോൺഫിഡൻസിൽ ഇവിടെ ഫോം ചെയ്യുന്നു. അതൊരു ഇൻസ്പിറേഷനാണ്. കാരണം സുപ്പീരിയർ സബോർഡിനേറ്റിനെ അപ്രൈസൽ നടത്തുമ്പോൾ ആ അപ്രൈസലിലൂടെ ആ സബോർഡിനേറ്റിനെ എങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, എങ്ങനെയൊക്കെ സഹായിക്കാം എന്നുള്ള ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് തമ്മിൽ നല്ല റിലേഷൻ ഫോം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഈ പെർഫോമൻസ് അപ്രൈസൽ നല്ലൊരു ഇൻസ്പിറേഷനായിട്ട് മാറുന്നു. പിന്നെയുള്ള ഒരാവശ്യം, ഏറ്റവും അവസാനത്തെ ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ നമുക്ക് പെർഫോമൻസ് അപ്രൈസലിനെ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്കാണ്. അവരുടെ അവർ ചെയ്യുന്ന ജോബിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കാണ്. അത് സുപ്പീരിയേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സുപ്പീരിയേഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ സ്പെഷ്യലിസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിലൂടെ ആ എംപ്ലോയിക്ക് എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് അയാളുടെ പെർഫോമൻസിൽ വേണം, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ നീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. ഏതൊരു ഓർഗനൈസേഷനിലും പെർഫോമൻസ് അപ്രൈസൽ നടത്തുമ്പം ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലായിരിക്കും ഫോം ചെയ്യുന്നത്. നമ്മളീ പറഞ്ഞ ഫീച്ചേഴ്സും അതുപോലെ നീഡ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, പെർഫോമൻസ് അപ്രൈസൽ ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസിനെ ഇമ്പ്രൂവ് ചെയ്ത് അവരുടെ ഡെവലപ്മെൻറ്റ് പൊട്ടൻഷ്യൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഈ പെർഫോമൻസ് അപ്രൈസലിലൂടെ നമ്മളുടെ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത് വീക്ക്നെസ് ഓരോരുത്തരുടെയും മനസ്സിലാക്കി അതനുസരിച്ച് എന്തൊക്കെ ട്രെയിനിങ് ആണ് അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് മനസ്സിലാക്കിയെടുത്ത് അവർക്ക് അതനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ ഈ പറയുന്ന പെർഫോമൻസ് അപ്രൈസൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ വരുമ്പോൾ അവരെ ഗ്രീവൻസസിനെ നമുക്ക് കുറയ്ക്കാനും അവരെ കുറേ കൂടി ഡിസിപ്ലിൻ ആക്കാനായിട്ടും നമുക്ക് പറ്റുന്നുണ്ടാവും. പിന്നെ എന്തൊക്കെ രീതിയിൽ നമുക്ക് നല്ല ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം, അത് എത്രത്തോളം സക്സസ് ആവും, അത് നമുക്ക് പെർഫോമൻസ് അപ്രൈസലിലൂടെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും പെർഫോമൻസിനെ നമുക്ക് എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പെർഫോമൻസ് അപ്രൈസലിലൂടെ നമ്മുടെ എംപ്ലോയീസിന് വേണ്ട കോച്ചിങ്, കൗൺസിലിങ്, കരിയർ പ്ലാനിങ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. പിന്നെ നമ്മൾ പെർഫോമൻസ് അപ്രൈസലിലൂടെ നമ്മളുടെ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, റൊട്ടേഷൻ പ്രോസസ്സ്, ജോബ് റൊട്ടേഷൻ പ്രോസസ്സ് ഇതൊക്കെ എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ റിസർച്ചിന് ഒരു സപ്പോർട്ടും കൂടിയാണ് പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ. പിന്നെ ഈ പറയുന്ന നമ്മളുടെ എംപ്ലോയീസിനെ കുറിച്ചുള്ള വാലിഡ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് നമുക്ക് അവർക്ക് വേണ്ട പ്രൊമോഷൻസ്, ട്രാൻസ്ഫർ, പ്ലേസ്മെൻറ്റ്, പണിഷ്മെൻറ്റ് ഇതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ ഫൈനലി നമുക്കിതൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ ഡിഫറെൻറ്റ് എംപ്ലോയീസിൻ്റെ എബിലിറ്റീസിനെ തമ്മിൽ കമ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഈ ഉദ്ദേശത്തിലാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്.